ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിലും കോർപ്പറേഷൻ്റെ ഭരണതലത്തിൽ വ്യക്തമായ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. കാര്യം യൂണിയൻ നേതാക്കളാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് വർഷങ്ങളായിട്ട്. CITUവിൻ്റെ യൂണിയൻ നേതാക്കളാണ്, മുനിസിപ്പൽ യൂണിയൻ സ്റ്റാഫുണ്ട്, അവരാണ് കോർപ്പറേഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, വാടക നിശ്ചയിക്കുന്നത്, പെർമിറ്റ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMൻ്റെയും CPIയുടെയും വകയായിട്ട്, അത് CPM 4 ഘട്ടം കെട്ടുമ്പോൾ CPI അനിയനല്ലേ, അപ്പോൾ 1 ഘട്ടം കെട്ടും. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് CPMൻ്റെയും CPIയുടേതുമായിട്ടുള്ള പല പേരിലുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ അതിലൊരു കാര്യം, AKG സെൻറ്ററിന് കെട്ടിടം കൊടുത്തതിനെതിരായിട്ട് ശ്രീ RS ശശികുമാർ യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടം കൊടുത്തതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ ഒരു സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AKG സെൻറ്റർ പോലുള്ള കെട്ടിടങ്ങൾ തന്നെ വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ നികുതി കുടിശ്ശികൾ പിരിച്ചെടുക്കുക, അനധികൃതമായുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുക, അതൊരു വലിയ ദൗത്യമാണ്. അത് ഈ നമ്മുടെ ശ്രീലേഖ പറഞ്ഞ മാതിരി ഒരു മുറി ഒഴിപ്പിക്കും പോലെയൊന്നുമല്ല. ബുൾഡോസറുമായിട്ട് ചിലപ്പോൾ VV രാജേഷ് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസരം നമ്മൾ പ്രതീക്ഷിക്കാം. അങ്ങനെ